നമസ്കാരം, ഞാൻ ഷസ, ടെക്നിക്കൽ എക്സ്പേർട്ട് ഓഫ് intelex സിസ്റ്റം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും നമ്മളുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയായ ഡാഷ് ക്യാമിനെ കുറിച്ച് പറയാനാണ്. എന്താണ് ഇത്, എങ്ങനെയാണ് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് പിന്നെ സംസാരിക്കും. ഇത് ഒരുപാടുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ആദ്യം ഞാൻ പറയട്ടെ, ഡാഷ് ക്യാം എന്ന് പറയുന്നത് നമുക്ക് 4 വേരിയൻസ് ഉണ്ട്. ഒന്ന് സിംഗിൾ ക്യാമറ ഉണ്ട്, ഡ്യുവൽ ക്യാമറ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള ഡ്യുവൽ ക്യാമറ ആണ്. പിന്നെ എൻ്റെ കയ്യിൽ എക്സ്റ്റേണൽ ക്യാമറ ഉണ്ട്. അതേപോലെ DMS എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ കൂടി ഉണ്ട്. ഇത് ഞാൻ രണ്ടും കാണിച്ചു തരാം, എന്താണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു തരാം. നമ്മൾക്ക് ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്തിട്ടുള്ള എല്ലാ 4 വീലേഴ്സിലാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഡാഷ് ക്യാം ഇതിന് ഡിവൈൻ അഡ്വാൻസ് ടെക്നോളജിയാണ് ഇതിനാണ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഡിവൈസിൻ്റെ ഫ്രണ്ട് സൈഡ് നിങ്ങൾക്ക് കാണാൻ F4-DUO എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ഡാഷ് ക്യാം എന്നാണ് ഇതിനെ ബേസിക്കലി പറയാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പല വേരിയൻസ്. എക്സ്റ്റേണൽ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 4 വേരിയൻസ് ഉണ്ട്. അതിൽ എക്സ്റ്റേണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, സിംഗിൾ ഉണ്ട്, അതേപോലെ DMS ഉണ്ട്. അപ്പോൾ ഇതൊരു വീഡിയോ ടെലമാറ്റിക്സ് സൊല്യൂഷനാണ്. സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സാണ് പ്ലാറ്റ്ഫോം ഫീച്ചേഴ്സ് ആണ്. ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ട്, നമുക്ക് ലൈവ് GPS ട്രാക്കിംഗ്, ജിയോ ഫെൻസിങ്, റിസ്ക് മാനേജർ, SOS ആൻഡ് ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ ആസ് വെൽ ആസ് ആപ്പ് ആപ്ലിക്കേഷൻസും ഉണ്ട് നമുക്ക്. ഈ ഒരു ഡിവൈസിൽ ബേസിക് ട്രാക്കറും ഇൻക്ലൂഡഡ് ആണ്, വെറും ക്യാമറ മാത്രമല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ എൻജിൻ കട്ട് ഓഫ് ആണ് ഇതിൻ്റെ ഫീച്ചർ. പിന്നെ ഡ്രൈവർ ബിഹേവിയർ അനലൈസിങ്, ഡ്യുവൽ ക്യാമറ ആയ കാരണം ഇതിന് ഡ്യുവൽ ക്യാമറ റെക്കോർഡിംഗ് ഉണ്ട്. വൈഫൈ, ആൻഡ്രോയിഡ്, SOS രണ്ടും യൂസ് ചെയ്യാം. വൈഫൈ ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, ആൻഡ്രോയിഡ് ആയിട്ട് യൂസ് ചെയ്യാം, അതേപോലെ നിങ്ങൾക്ക് ഐഫോൺ ബേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ സിം ലോക്കും കൂടി ഉണ്ട്. ഇതിൻ്റെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പിന്നെ EMI നമ്പർ നമ്മളെ ബ്രാഞ്ചിൽ ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇതിന് EMI നമ്പറാണ് ഇതിൻ്റെ സൈഡിലുള്ളത്. സോ ദിസ് ഇസ് ഹൗ ദ ഹാൻഡ് ലുക്ക് ലൈക്ക്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഡാഷ് ക്യാം ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്. ഞാൻ എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മൾ ഇന്റേണൽ ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ കാറിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മളിത് കാറിലൊക്കെയാണ് വെക്കണമെങ്കിൽ ഇതായിരിക്കും നമ്മളെ ഡ്രൈവറെ ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ. അതേപോലെ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാം പലതരം ലൈറ്റ്സ് ആൻഡ് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഓണായി ഇത് ചാലായി കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ ലൈറ്റ്സും ഇത് റിങ് ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ ഇതിന് OTA കമാൻഡിങ് ഉണ്ട്, അതേപോലെ സ്പീക്കർ ഉണ്ട്, മൈക്ക് ഉണ്ട്. അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡിവൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് നമ്മൾ പുറത്തേക്ക് ഫേസ് ചെയ്യുന്നുണ്ട്, ഡ്രൈവറിനെ ഫേസ് ചെയ്യുന്നു, അതേപോലെ ഇത് പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന ക്യാമറയാണ്. അതേ സൈഡിൽ കാണാം നിങ്ങൾക്ക് സിം, SD കാർഡ്. ഇപ്പോൾ ഈ വീഡിയോസൊക്കെ റെക്കോർഡായി സേവ് ചെയ്ത് കിടക്കുന്ന ഈ SD കാർഡ്സിലൊക്കെയാണ്. ഇത് നമ്മളെ വണ്ടിയിലേക്ക് കണക്ട് ചെയ്യുന്ന വയേഴ്സാണ് ഈ ഒരു വയേഴ്സ്. ഇതാണ് നമ്മളുടെ ഡാഷ് ക്യാം എന്ന് പറയുന്നത്. ഇത് ഡ്യുവൽ ഡാഷ് ക്യാം ആണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല വേരിയൻസ് ഉണ്ടെന്നുള്ളത്. ഇങ്ങനെ ബാക്കി എക്യുപ്മെൻറ്റ്സ് പോകുന്നതിന് മുന്നേ എന്തൊക്കെ ഡിഫറെൻറ്റ് ഡാഷ് ക്യാംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ ഡാഷ് ക്യാം. എക്സ്റ്റേണൽ ഡാഷ് ക്യാം എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോച്ചിലോ, അതിപ്പോൾ ആംബുലൻസിലൊക്കെ വേണമെങ്കിൽ കൂടുതൽ ഇത് ഉപയോഗിക്കണം. ആംബുലൻസ്, അതേപോലെ ഇപ്പോൾ ലോറീസ്, അതിലൊക്കെയാണ് ഈ ഒരു സംഭവം കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് കോച്ചിൽ ബാക്കിലേക്ക് നിങ്ങൾക്ക് വല്ല അറിവ്, ഇങ്ങനെ എന്താണ് അവിടുത്തെ അവസ്ഥ, അല്ലെങ്കിൽ ആരെങ്കിലും മാനിപ്പുലേറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാഷ് ക്യാം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതെന്ന് വെച്ചാൽ ഫുൾ മോണോക്രോം ആയിരിക്കും, ഡേ ആൻഡ് നൈറ്റ് മോണോക്രോം ആയിരിക്കും. ഇത് നിങ്ങൾ സെൻസ് ചെയ്യുന്നതാണ്. ഇതിലൊരു സെൻസർ ഉണ്ട്. ഇത് സെൻസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി ഡ്രൈവർ ഉറങ്ങോ അതോ അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ആവോ, ഫോൺ വിളിക്കുകയോ സ്മോക്ക് ചെയ്യോ, ഈ സെൻസ് ചെയ്ത് ഇതിനൊരു കമാൻഡ് വരുന്നതായിരിക്കും, യു ഷുഡ് നോട്ട് സ്മോക്ക്, അല്ലെങ്കിൽ നിങ്ങളെ അലേർട്ട് തന്നെയായിരിക്കും, നിങ്ങളെ സേഫ്റ്റി നോക്കുന്നതായിരിക്കും. ഇതെന്ന് വെച്ചാൽ ഡ്യുവൽ ക്യാമറ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേ ആൻഡ് നൈറ്റ് ഡേ കളർ ആയിരിക്കും, നൈറ്റ് മോണോക്രോം ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ക്യാമറ. എല്ലാം 140 ഡിഗ്രി റെസൊല്യൂഷൻ വരുന്ന ക്യാമറാസ് ആണ്. ഇത് ഫുൾ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് 3 ഡിഫറെൻറ്റ്. നമുക്ക് സിംഗിൾ ക്യാമറ ഉണ്ട്. സിംഗിൾ ക്യാമറ എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കും. ഇത് ഔട്ടിലേക്ക് പോകുന്നതും ഈ ഇന്റേണൽ ഡ്രൈവറിനെ ഫേസ് ചെയ്യുന്ന ക്യാമറ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും ഒരു ക്യാമറ ലുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈസ്.
ഇനി ഇതിലുള്ള എക്യുപ്മെൻറ്റ്സ് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതിലൊരു ബോക്സ് ഉണ്ടായിരുന്നു. ബോക്സ് ഞാൻ അൺബോക്സ് ചെയ്യുകയാണ്. ഫസ്റ്റ് വരുന്നത് പാനിക് ബട്ടണാണ്. നിങ്ങൾക്ക് ഈ ബട്ടൺ എന്താണെന്ന് അറിയുന്നതാണ്, ഓൾറെഡി നമ്മൾ പല ഡിവൈസിനും പറഞ്ഞിട്ടുണ്ട്. ദിസ് ഇസ് ദ എമർജൻസി ബട്ടൺ. ഇത് എമർജൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഓണറിലേക്കും അതേപോലെ നിങ്ങൾ ഏജൻറ്റിലേക്കും ഇതിൻ്റെ അലേർട്ട് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് വി ഹാവ് മൗണ്ട് ബാരിയർ സ്റ്റിക്കേഴ്സ്. ഇത് നമ്മുടെ വെഹിക്കിൾ വെക്കുമ്പോൾ ഇതെവിടെയാണ് സ്റ്റിക്ക് ചെയ്യുന്ന അവിടെ വെക്കാനുള്ള മൗണ്ട് ബാരിയർ സ്റ്റിക്കേഴ്സാണ് ഇത്. വി ഡു ഹാവ് സ്ക്രൂ ഡ്രൈവർ. പിന്നെ അതേപോലെ ഇതിൻ്റെ കവർ ചെയ്ത് സിമ്മ് ചെയ്തതിന് ശേഷം ഇവിടെ കവർ ചെയ്യാനുള്ള കവറുണ്ട്. നമുക്ക് സിം ലോക്കും ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. സിം ലോക്ക് ഉണ്ട്, അതാണ് ഈ ഒരു പാക്കറ്റിൽ ഇരിക്കുന്ന ഒരു പാക്കറ്റ്. ഇനിയിപ്പോൾ ഇതിൽ ഒരുപാട് ബഞ്ച് ഓഫ് കേബിൾസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, നിങ്ങൾക്ക് കാണാം. ഞാനിത് തുറക്കാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, എല്ലാ ഡിവൈസിനും നമ്മൾ പറഞ്ഞതാണ് റിലേ. നിങ്ങൾക്ക് റിമോട്ട് കട്ട് ഓഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ റിലേ എന്നാണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട് കട്ട് ഓഫ് അല്ലെങ്കിൽ ഇമ്മൊബിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഒരു ബഞ്ച് ഓഫ് വയർ. ഇത് നിങ്ങളെ വണ്ടിയും അതേപോലെ ഡിവൈസും തമ്മിൽ കണക്ട് ചെയ്യുന്ന വയറാണ്. ഇതിൽ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, എർത്ത് ഉണ്ട്, അതേപോലെ ACC. ഇത് ACC ആണ്. അപ്പോൾ എല്ലാ വയറിനും അതിൻ്റെതായ ഡിസ്ക്രിപ്ഷന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു വയറിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയോട് ആയിട്ടുള്ള വയറാണ്. ഒരു പവർ ബാങ്ക് ഉണ്ട്, ബാക്കപ്പ് പവർ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇൻ കേസ് എനി എമർജൻസിയിൽ പവർ ഇല്ല, വണ്ടി ബാറ്ററി ഡൗൺ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ബാക്കപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പവർ ബാങ്ക് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ബേസിക് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. അതിൻ്റെതായ പല വേരിയൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡാഷ് ക്യാം എന്ന് പറയുന്നത്. അഡ്വാൻസ് ടെക്നോളജിയാണ്, ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. ട്രാക്കിങ്ങും അതേപോലെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് വെറും ട്രാക്കിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് വിഷ്വൽ ചെയ്തിട്ട് എന്താണ് എവിഡൻസ്, ഇപ്പോൾ നമുക്ക് ഒരു ക്ലെയിം ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ചെയ്യണമെങ്കിൽ എവിഡൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ഒരു ബേസിൽ വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് എങ്ങനെ വാങ്ങേണ്ടത് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്നതായിരിക്കും, ബിലോ ലിങ്ക് ഇടുന്നതായിരിക്കും. ആമസോണിൽ നിന്ന് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ. ഇറ്റ്സ് വെരി ഗുഡ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി ആണ്. സോ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.